Illustration 8. Purchase of super profit method ആണ് the goodwill കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത്. ബാലൻസ് ഷീറ്റ് താഴേക്ക് തന്നേക്കുന്നു 31st March 2019. കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് വരുന്നുണ്ട്. ബാലൻസ് ഷീറ്റ് ഇവിടെ വരെ ബാലൻസ് ഷീറ്റ് ആണ്. ബാലൻസ് ഷീറ്റിന് ശേഷം കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് കൂടെ ഉണ്ട്. 2015 പ്രോഫിറ്റ്, 16 പ്രോഫിറ്റ്, 17, 18 അങ്ങനെ 4 ഇയറിലെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ഇൻകം ടാക്സ് പറയുന്നത് 14-15 ഇൻകം ടാക്സ് 40% ആണ്. അതായത് 14-15 എന്ന് പറയുമ്പോൾ ഈ ഇയർ വരും. ഇവിടെ ഇൻകം ടാക്സ് 40% ആണ്. പിന്നീടുള്ള വർഷം 38 ആണെന്ന്. ഇവിടെയൊക്കെ 38 ആണ്. 18 to 19 ലാസ്റ്റത്തെ ഇയർ 35% ആണ്. ഇവിടെ 38 ആയിരിക്കും. ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിന്റെ അതിനകത്ത് പ്രോഫിറ്റ് 35% ആയിരിക്കും ഇൻകം ടാക്സ്. പിന്നെ അവർ പറയുന്നത് എന്താ? ഒരു എക്സ്ട്രാ ഓർഡിനറി ഇൻകം ഉണ്ടായിട്ടുണ്ടെന്ന് 1 crore. ഒരു ഫോറിൻ കോൺട്രാക്റ്റിലൂടെ, സ്പെഷ്യൽ ഫോറിൻ കോൺട്രാക്റ്റിലൂടെ 2014-15 നമുക്കൊരു 1 crore rupees എക്സ്ട്രാ ഇൻകം ഉണ്ടായിട്ടുണ്ട്. ഒരു എക്സ്ട്രാ ഓർഡിനറി, സാധാരണ ഉണ്ടാകുന്ന ഇൻകം അല്ല, അല്ലാത്തൊരു എക്സ്ട്രാ ഓർഡിനറി ഇൻകം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഓഗസ്റ്റ് 2015 ഒരു എർത്ത് ക്വേക്ക് ഉണ്ടായി. അതിലൂടെ നമുക്ക് 50 lakh rupeesന്റെ ഒരു പ്രോപ്പർട്ടി നമുക്ക് നഷ്ടപ്പെട്ടു പോയി. നമുക്ക് ഇൻഷുറൻസ് കവറേജ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ആ 50 lakh നമുക്ക് നഷ്ടമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ 9% നോൺ ട്രേഡിംഗ് ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മുടെ ബിസിനസ്സിലുള്ളത്. അത് പർച്ചേസ് ചെയ്തിരിക്കുന്നത് എന്നാണ് 1st April 2016 ആണെന്ന് പറയും. പിന്നെ അവർ പറയുന്നത് എന്താണ്? നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ അവർ പറയുന്നത് 20%. ക്യാപിറ്റൽ എംപ്ലോയിഡിന്റെ 20% ആണ് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ പറയുന്നത്. പിന്നെ ഡയറക്ടർക്ക് ഇനി അഡീഷണൽ ആയിട്ട് ഒരു 50 lakh rupees ഇനി മുതൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് അഡീഷണൽ റെമ്യൂണറേഷൻ 50 ലക്ഷം രൂപ ഡയറക്ടർമാർക്ക് ഇനി കൊടുക്കുവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അത് 18-19 എന്നുള്ള ഇയറിലേക്കാണ് തീരുമാനിച്ചത്. ഇയർ ബിഗിനിങ് ഫ്രം ദി അക്കൗണ്ടിങ് ഇയർ 18-19. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടുപിടിക്കാമല്ലോ. ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റ് തന്നിരിക്കുന്ന എല്ലാ അസറ്റ്സ് എടുക്കുക. ലാൻഡ് ആൻഡ് ബിൽഡിങ്, മെഷീനറി, ഫർണിച്ചർ, പേറ്റന്റ്, സ്റ്റോക്ക്, ഡെറ്റർ, ക്യാഷ്. അതിൽ നിന്ന് ലൈബിലിറ്റി ആയ ട്രേഡ് ക്രെഡിറ്ററും പ്രൊവിഷനും ലെസ് ചെയ്യും. അപ്പോ 8,100 ആണ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് ചെയ്യട്ടെ. ഇതെല്ലാം ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ നടക്കും. ബാലൻസ് ഷീറ്റ് വെക്കണം ചെയ്തേക്കും. ഇനി അടുത്ത പരിപാടിയാണ് നമ്മൾ ഫ്യൂച്ചർ മെയിൻറ്റൈനബിൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കൽ. അത് 14-15 പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. 15-16, 16-17, 17-18. ഈ പ്രോഫിറ്റ് ഓൾറെഡി നമുക്ക് എവിടെ തന്നിട്ടുണ്ട്? ഫസ്റ്റ് ഇയറിൽ തന്നിട്ടുണ്ട്. ഈ തന്നിരിക്കുന്ന പ്രോഫിറ്റ് ആണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. എന്താ മക്കളെ? ഈ പ്രോഫിറ്റ്. അപ്പൊ അത് അതേപോലെ തന്നെ ആദ്യം എഴുതുക. ഉണ്ടോ? ഇനി നമ്മൾ നേരത്തെ വായിച്ചിരുന്ന
2014-15 ഒരു 1 crore rupees എക്സ്ട്രാ ഓർഡിനറി ഇൻകം കിട്ടി എന്ന് പറഞ്ഞില്ലേ? അത് 2014-15 എക്സ്ട്രാ ഓർഡിനറി ഇൻകം നമ്മൾ ഗുഡ്വില്ലിന്റെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതൊരു ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാറില്ല. അപ്പൊ അതുകൊണ്ട് ആ ഇൻകത്തെ നമ്മൾ എന്ത് ചെയ്ത് കളയണം? എലിമിനേറ്റ് ചെയ്ത് കളയണം. 1 crore നമ്മൾ ലാക്കിലേക്ക് മാറ്റുമ്പോൾ 100 lakh ആയി മാറി. അതുകൊണ്ടാണ് 100 മൈനസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെന്താണ്? എർത്ത്ക്വിക്കിലൂടെ 2015-16 നമ്മളുടെ ഒരു ലാൻഡ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടല്ലോ. അത് നമ്മൾ ലോസ് ആക്കി ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അത് അന്നത്തെ ഇയറിൽ ലോസ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിപ്പോ ഇപ്പൊ അങ്ങനെയുള്ള എന്താ നമ്മള് പ്രതീക്ഷിക്കാതെ ഉണ്ടാവുന്ന നഷ്ടങ്ങളൊന്നും നഷ്ടമായിട്ട് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ട്രീറ്റ് ചെയ്യാറില്ല. അപ്പൊ അതുകൊണ്ട് ആ നഷ്ടം നമ്മൾ തിരിച്ചു കൊണ്ടുവരികയാണ്. ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് അത് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇൻകം, നമുക്കൊരു നോൺ ട്രേഡിംഗ് ഇൻവെസ്റ്റ്മെന്റ് വാങ്ങിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ അവര്. നോക്കിക്കോ നിങ്ങള് 9% കണ്ടാ നമ്മുടെ ബിസിനസ്സിൽ തന്നിരിക്കുന്ന 9% നോൺ ട്രേഡിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്ന്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ പോയിട്ട് ബാലൻസ് ഷീറ്റിൽ പോയിട്ട് ഇൻവെസ്റ്റ്മെന്റ് എത്രയാ നോക്കിയേ. ഇൻവെസ്റ്റ്മെന്റ് കണ്ടാ 600. അപ്പൊ 600ന്റെ 9% 54 lakh കിട്ടും അല്ലെ. ഇത് എന്ന് തൊട്ടാണെന്നാണ് പറയുന്നവര്? 1 April 2016 തൊട്ട്. അപ്പൊ 16-17 17-18 ഒക്കെ വരും. നോൺ ട്രേഡിംഗ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഇൻകം നമ്മൾ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാറില്ല. 16-17 അത് തൊട്ടങ്ങ് കൺസിഡർ ചെയ്യും. അപ്പൊ ആ ഇൻകോയിനകത്ത് ഇൻകോ ആയിട്ട് കിടപ്പുണ്ട്. അത് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാത്തതുകൊണ്ട് ആ 54 നെക്സ്റ്റ് ഇയറിൽ വീണ്ടും കിട്ടുമല്ലോ. അത് വീണ്ടും 54. അപ്പൊ 2 ഇയറിലും നമ്മൾ ആ 54 വെച്ച് മൈനസ് ചെയ്യും. അപ്പൊ നമ്മുടെ പ്രോഫിറ്റ് ഇപ്പോ മോഡിഫൈ ചെയ്തു. നേരത്തെ തന്നിരിക്കുന്ന പ്രോഫിറ്റിൽ നിന്നും എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ഒക്കെ എടുത്തു കളഞ്ഞു. നമ്മളറിയാം, ഒരു പ്രോഫിറ്റിൽ നിന്ന് ഉണ്ടായാൽ അതിനകത്ത് എക്സ്ട്രാ ഓർഡിനറി ഇൻകം ഉണ്ടെങ്കിൽ അത് ഗുഡ്വിൽ കണ്ടുപിടിക്കുന്ന ഇൻകം ആയിട്ട് എടുക്കാൻ പാടില്ല. അപ്പൊ അതെടുത്ത് കളയണം. ഇനി എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതൊരു എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാറില്ല. അത് നമ്മൾ ഇതിനകത്ത് തിരിച്ച് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇനി നോൺ ട്രേഡ് ഇൻവെസ്റ്റ്മെന്റിലൂടെ കിട്ടുന്ന ഇൻകം നമ്മൾ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാറില്ല. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്ത് കളയണം? ലെസ് ചെയ്ത് കളയണം. ഇങ്ങനെയാണ് പ്രോഫിറ്റ് എന്തെന്ന് പറയുന്നത്, മെയിൻറ്റൈനബിൾ പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ 4 വർഷത്തെയും നമുക്ക് പ്രോഫിറ്റ് കിട്ടിയല്ലോ. ഇനി ആ പ്രോഫിറ്റ് 4 കൂടി കൂട്ടിയിട്ട് അതിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് പ്രോഫിറ്റ് കിട്ടും. എല്ലാം കൂടി കൂട്ടി 11,540 4 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ 2,885. ഇനി ഡയറക്ടർക്ക് ഇനി മുതൽ ഒരു 50 lakh വെച്ച് ഇനിയും കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ പുതിയതായിട്ട്? അപ്പൊ അതും കൂടി ഇതിനകത്ത് നിന്ന് ഇൻകത്തിൽ നിന്ന് എന്ത് ചെയ്യണം? കളയണം. അപ്പൊ നമ്മുടെ പ്രോഫിറ്റ് എത്രയായി മാറി? 2,835 കിട്ടും. ഇനി അതിന്റെ 35% എന്ത് വേണമെന്ന് അറിയിക്കുന്നത്? ഇൻകം ടാക്സ് കൊടുക്കണ്ടേ? അപ്പൊ അതിന്റെ 35% ഇൻകം ടാക്സ് കൂടി കുറയ്ക്കുമ്പോൾ ബാക്കി വരുന്ന പ്രോഫിറ്റ് ആണ് മെയിൻറ്റൈനബിൾ പ്രോഫിറ്റ്. എത്രയാണ്? 1,843 കിട്ടിയല്ലോ. ഇനി നമ്മള് പ്രതീക്ഷിച്ച ലാഭം എത്രയാണ്? ക്യാപിറ്റൽ എംപ്ലോയിഡിന്റെ 20%, 1,620 ആണ് പ്രതീക്ഷിച്ചത്. കിട്ടിയതോ 1,843. ഭാവിയിൽ ഇതിന് നമുക്ക് 1,843 കിട്ടും. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന 1,620 ഉള്ളൂ. അപ്പൊ നമ്മള് സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് രണ്ട് നമ്മളുടെ ഡിഫറൻസ് 223. അതിന്റെ 3 year പർച്ചേസ് ആണ് ഗുഡ്വിൽ എന്ന് ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 669 lakh ആണ് നമ്മുടെ ബിസിനസിന്റെ ഗുഡ്വിൽ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഇല്ലസ്ട്രേഷൻ 8. നമുക്ക് 9 കിടക്കാം. 9 വരുമ്പോഴും ഇവിടെയും 2 വർഷത്തെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. 31
മാർച്ച് 2018 31 മാർച്ച് 2019 രണ്ട് ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ക്യാപിറ്റലൈസേഷൻ, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, ഇങ്ങനെയാണ് നമ്മൾ ഗുഡ്വിൽ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞത്. അപ്പൊ തന്നിരിക്കുന്ന നിങ്ങൾ നോക്കി ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്, ഇതേവരെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. അഡീഷണൽ ഇൻഫർമേഷൻസും ഉണ്ട് താഴേക്ക്. എന്തൊക്കെയാണ് അഡീഷണൽ ഇൻഫർമേഷൻസ്? 31 മാർച്ച് 2018 2200 ലാക്ക്, അതുപോലെ തന്നെ 31 മാർച്ച് 2019 32.8 ലാക്കുമാണ് ഫിക്സഡ് അസറ്റ്. അതിനകത്ത് നോൺ ട്രേഡ് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ തന്നിരിക്കുന്ന ഫിക്സഡ് അസറ്റിനെ മോഡിഫൈ ചെയ്ത് പുതിയ അസറ്റ്സിന്റെ വാല്യൂ ആണ് ഇവർ പറയുന്നത് 2200 2532.80. രണ്ടുപേരുടെയും സ്റ്റോക്ക് 670 750 മോഡിഫൈ ചെയ്തു. പിന്നെന്ത് പറയുന്നു? ഒരു നോൺ ട്രേഡ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ഗവൺമെന്റ് സെക്യൂരിറ്റി, അത് 490 ലാക്ക് ആണ്, 10% ആണ് അതിന്റെ ഗ്രാന്റ്. പിന്നെ ഡെറ്റേഴ്സിന് അവർ പറയുന്നത് എന്താണ്? ഡെറ്റേഴ്സിന് ഒരു ഫോറിൻ എക്സ്ചേഞ്ച് ഡെറ്റർ ഉണ്ട്, അതിന് അവർ പറയുന്നത് $70,000 ആണ് അയാള് തരാനുള്ളത്. അന്നത്തെ റേറ്റ് വെച്ച് $1 $43.50 ഇത് റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷെ ഇന്നത്തെ അതിന്റെ ക്ലോസിംഗ് $1 $47.50 ഇന്നുണ്ട്, ഇന്നത്തെ ക്ലോസിംഗ് റേറ്റ്. അപ്പൊ അതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ വരും, അത് നമുക്ക് നോക്കാം എന്താണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഡെറ്ററിന്റെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ക്രെഡിറ്ററും ഉണ്ട് കേട്ടോ. ഒരു ക്രെഡിറ്ററിന് $1,20,000 ആണ് ക്രെഡിറ്റർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിന്റെ റേറ്റ് $1 $42.50 വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്തത്. പക്ഷെ ക്ലോസിംഗ് $1 $47.50. ഇനി 120 ലക്ഷം രൂപയുടെ ഒരു ഗവൺമെന്റ് സബ്സിഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്, അത് ഇനി റെക്കർ ചെയ്യാനായിട്ട് ചാൻസ് ഇല്ല. അതുപോലെ തന്നെ നമുക്കൊരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഒരു കോസ്റ്റ് 247 lakh റുപ്പീസിന്റെ അല്ല റുപ്പീസിന്റെ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോസ്റ്റ് ഉണ്ട്, റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട് P&L. അത് ഇനി തൊട്ട് അത് ഉണ്ടാകാൻ ചാൻസ് ഇല്ല, കാരണം അതോടുകൂടി ലാസ്റ്റ് ഇയറും കൂടി കഴിഞ്ഞു. 247 കഴിഞ്ഞോടുകൂടി ഇനി മുതൽ ഭാവിയിലേക്ക് ഇനി അങ്ങനെ ഒരു എക്സ്പെൻസ് ഉണ്ടാകാൻ ചാൻസ് ഇല്ല എന്ന് പറയും. അതുപോലെ ഇനി ഭാവിയിൽ നമുക്ക് 35% ആണ് ടാക്സ്. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 13%. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടുപിടിക്കണ്ടേ? അതിനു വേണ്ടിയിട്ട് അസറ്റ്, പുതിയതായിട്ട് തന്നേക്കുന്ന അസറ്റുകളാണ് എടുത്തേക്കുന്നത്. അതുപോലെ രണ്ടിന്റെയും സ്റ്റോക്കും പുതിയ വിലയാണ് എടുക്കുന്നത്. ഡെറ്റർ പുതിയത് തന്നിട്ടില്ല, അപ്പൊ പഴയത് തന്നെ. ക്യാഷും പഴയത് തന്നെ. ടോട്ടൽ ചെയ്യുക. അതിൽ നിന്ന് ടേം ലോൺ മൈനസ് ചെയ്യുക, സൺട്രി ക്രെഡിറ്റർ മൈനസ് ചെയ്യുക, ടാക്സ് മൈനസ് ചെയ്യുക. ആകെ ഇത്രയും കിട്ടും. അപ്പൊ ഇതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത് ക്യാപിറ്റൽ എംപ്ലോയിഡ്. 2 വർഷത്തെ ക്യാപിറ്റൽ എംപ്ലോയിഡ് അല്ലേ? ഇത് ഈ വർഷം, ഇത് കഴിഞ്ഞ വർഷം. അപ്പൊ ഇത് ഈ വർഷത്തെ വെച്ച് നോക്കുമ്പോ ഇത് ഓപ്പണിംഗ് ആണ്, ഇതെന്തായിരിക്കും? ക്ലോസിംഗ് ആണ്. അപ്പൊ നമുക്ക് ആവറേജ് ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടുപിടിക്കാനായിട്ട് 2 മെത്തേഡ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തത് എങ്ങനെയാണ്? ക്യാപിറ്റൽ എംപ്ലോയിഡിൽ നിന്നും ഹാഫ് ഓഫ് കറണ്ട് ഇയർ പ്രോഫിറ്റ് മൈനസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്പണിംഗ് ക്യാപിറ്റൽ എംപ്ലോയിഡും ക്ലോസിംഗ് ക്യാപിറ്റൽ എംപ്ലോയിഡും നമ്മൾ ടോട്ടൽ ചെയ്തിട്ട് ബൈ 2 ചെയ്താലും നമുക്ക് ആവറേജ് ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടും. ഇവിടെ ആ മെത്തേഡാണ് ചെയ്യാൻ പോകുന്നത്. ഓപ്പണിംഗ് ക്യാപിറ്റൽ എംപ്ലോയിഡ് 2,840, ക്ലോസിംഗ് 3,164. രണ്ടും കൂടി ടോട്ടൽ ചെയ്തിട്ട് ബൈ 2 ചെയ്യുമ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്നത് ആവറേജ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഇനി അടുത്തത് എന്താണ്? ഫ്യൂച്ചർ മെയിൻറ്റൈനബിൾ പ്രോഫിറ്റ്, ഭാവിയിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന ലാഭം എങ്ങനെയാണെന്ന് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്?
കറണ്ട് ഇയറിലെ ലാഭം എത്രയാണെന്ന് അസ്യൂം ചെയ്തിട്ട് ഭാവിയിൽ വരാൻ പോകുന്ന എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ഇൻകം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്ത് ബാക്കി വരുന്ന അടുത്ത വർഷം നമ്മൾ പ്രതീക്ഷിക്കാൻ പോകുന്ന ലാഭം എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ജനറൽ റിസർവിന്റെ ചേഞ്ച് ഒക്കെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ പ്രോഫിറ്റ് കൃത്യമായിട്ട് വേറെ പറയാത്തത് കൊണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റ് നോക്കി തന്നെ പ്രോഫിറ്റ് കണ്ടുപിടിക്കും. ഓക്കെ, ജനറൽ റിസർവിന് എന്ത് സംഭവിച്ചു നോക്കിയേ. കഴിഞ്ഞ വർഷത്തെ വെച്ച് ഈ വർഷത്തേക്ക് വരുമ്പോ 50 ഇൻക്രീസ് ആയി. അതുപോലെ സർപ്ലസ് എത്ര കിട്ടി നോക്കിയേ, 55 അല്ലേ, 55 ഇൻക്രീസ് ആയി. പിന്നെ ഇവിടെ ലാഭമൊന്നുമില്ല. പ്രൊപ്പോസ്ഡ് ഡിവിഡന്റ് 250 ആണ്, അത് ലാഭം തന്നെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിൻറ്റൈനബിൾ പ്രോഫിറ്റ് ആയിട്ട് ആദ്യം എടുക്കേണ്ടത്. ജനറൽ റിസർവിൽ നിന്ന് 50, സർപ്ലസിൽ നിന്ന് 55, പിന്നെ പ്രൊപ്പോസ്ഡ് ഡിവിഡന്റ് അത് ഫുള്ള്. അത് രണ്ടും നമ്മൾ ഡിഫറൻസ് എടുക്കേണ്ട കേട്ടോ. ഈ വർഷം പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് ഈ വർഷത്തെ പ്രോഫിറ്റ് തന്നെ എടുത്തിട്ടാണ് പ്രൊപ്പോസ്ഡ് ഡിവിഡന്റ് എഴുതുന്നത്. അപ്പൊ 50, 55, 250 കറക്റ്റ് അല്ലേ? 50, 55, 250. എന്നിട്ട് ഇത് നമ്മള് ടാക്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുള്ള പൈസയല്ലേ. അപ്പൊ ടാക്സിന് മുമ്പുള്ള പൈസ കണ്ടുപിടിക്കാനായിട്ട് ടാക്സ് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് 355 വന്നേക്കുന്നത്. കാരണം ടാക്സ് കൊടുത്തു കഴിഞ്ഞ് ബാക്കിയുള്ള പൈസയാണ് നമ്മൾ ജനറൽ റിസർവിലോട്ടും മാറ്റാറുള്ളൂ, സർപ്ലസിലോട്ടും മാറ്റാറുള്ളൂ, പ്രൊപ്പോസ്ഡ് ഡിവിഡന്റ് ആയിട്ടും കാണിക്കാറുള്ളൂ. അപ്പോ 35% ടാക്സും കൂടി കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയാണ് ഈ പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് അപ്പൊ ഈ വർഷം ഉണ്ടായ പ്രോഫിറ്റ് 355 ആണ്. അതിൽ നിന്ന് 50 ജനറൽ റിസർവിലോട്ട് മാറ്റി, 55 സർപ്ലസിലോട്ട് മാറ്റി, 250 രൂപ പ്രൊപ്പോസ്ഡ് ഡിവിഡന്റ് ആയിട്ട് മാറ്റിയാണ് വെച്ചേക്കുന്നത്. അപ്പൊ ഇതിൽ നിന്നും നമുക്ക് യഥാർത്ഥത്തിൽ ടാക്സ് കൊടുക്കുന്നതിന് മുമ്പുള്ള ലാഭം, പ്രീ ടാക്സ് പ്രോഫിറ്റ്, ഇത് ആഫ്റ്റർ ടാക്സ് ആണ് നമുക്ക് ഈ തന്നിരിക്കുന്ന 355. അപ്പൊ പ്രീ ടാക്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ചു വെച്ചോട്ടാ. 1 മൈനസ് ഈ 0.35, 35% എന്ന് പറഞ്ഞാൽ 0.35 അല്ലേ, അത് വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. എങ്ങനെയാണ്? ബിഫോർ ടാക്സ്, ആഫ്റ്റർ ടാക്സ് നിന്ന് ബിഫോർ ടാക്സിലോട്ട് മാറ്റാനായിട്ട് എന്താ ചെയ്താൽ മതി? ടാക്സ് റേറ്റ് 1ൽ നിന്നും മൈനസ് ചെയ്തിട്ട് ആഫ്റ്റർ ടാക്സിനെ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ ആഫ്റ്റർ ടാക്സ് ഇപ്പൊ കിട്ടിയത് എത്രയാണ് മക്കളെ? 355 ആണ്. ടാക്സ് എത്രയാണ്? 35%. 35% എന്ന് പറയുമ്പോൾ 0.35. 35/100 അല്ലേ 35%. അപ്പൊ 35/100 ആണ് 0.35 ആയത്. അത് 1ൽ നിന്ന് എപ്പോഴും മൈനസ് ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 1ൽ നിന്ന് മൈനസ് ചെയ്യുമ്പോ 0.65. അപ്പൊ ഇപ്പൊ കിട്ടിയ ആഫ്റ്റർ ടാക്സിനെ 0.65 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പൊ കിട്ടുന്നതാണ് ബിഫോർ 546.15 കിട്ടും. ഇനി ഇതിൽ നിന്നാണ് നോൺ ട്രേഡിംഗ് ഇൻകം. കണ്ട, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇൻകം ഒരു ഇതില് ഇനി ഓരോരോ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ഒക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നോക്കാം. ആദ്യം പറഞ്ഞേക്കണ എന്താ മക്കളെ? 490 രൂപയുടെ 10% ഒരു ഗവൺമെന്റ് സെക്യൂരിറ്റി നോൺ ട്രേഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ അത് ഇൻവേർട്ട് എടുക്കൂലല്ലോ, അപ്പൊ അത് എലിമിനേറ്റ് ചെയ്യണം. എത്ര വരും അപ്പൊ? 49 ലെസ് ചെയ്യണം. ഇനിയാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രശ്നം. 2 എണ്ണം ഉണ്ട് ഇതിനകത്ത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കുക. നേരത്തെ പറഞ്ഞിരിക്കുന്ന 2 ഐറ്റങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് എന്താണ്? ക്രെഡിറ്റർ. ക്രെഡിറ്ററിന് എന്ത് സംഭവിച്ചു എന്ന് പറയുന്നത്? ഡെറ്ററിന്റെ ലാഭമാണ് ക്രെഡിറ്ററിന്റെ. മക്കളെ ഇവിടെ എഴുതിയേക്കണുണ്ടോ? ക്രെഡിറ്റർ. ശരിക്കും അവർ ക്രെഡിറ്റർ എന്താ ചെയ്തേക്കുന്നത്? $120,000 എന്നാണ് റെക്കോർഡ് ചെയ്തേക്കുന്നത്. അപ്പൊ $120,000 എന്ന് പറയുന്നത് നമ്മള് ഇവിടെ ഇപ്പൊ പറഞ്ഞേക്കുന്നത് ഡോളർ സിമ്പിൾ അല്ലേ കൊടുത്തേക്കുന്നത്. ഇത് ഇത്രയും ഡോളറിനാണ്. നമ്മുടെ ഇന്ത്യൻ അക്കൗണ്ട്സിലേക്ക് മാറ്റുകയാണെങ്കിൽ അതിനെ ഇന്ത്യൻ റുപ്പി, $1 42 രൂപ 50 പൈസ. അപ്പൊ ഇതിനെ 42 രൂപ 50 പൈസ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ എമൗണ്ട് ആയിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. എന്തെന്ന് പറഞ്ഞാൽ റെക്കോർഡ് ചെയ്തേക്കുന്നത്? കൊടുക്കാൻ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്.
അപ്പൊ 42 രൂപ 50 പൈസ എന്ന് പറഞ്ഞാണ് നമ്മൾ കാണിക്കേണ്ടത്. പക്ഷെ ഇന്നത്തെ വില അത് എത്രയാണ്? 47 രൂപ 50 പൈസയായി. ഉണ്ടോ? അപ്പോ 42 രൂപ 50 പൈസ എന്നുള്ളത് 47 രൂപ 50 പൈസ ആയെങ്കിൽ ആ എക്സ്ട്രാ ഇപ്പൊ കൂടുകയല്ലേ ചെയ്തേക്കുന്നത്. എത്ര രൂപ കൂടിയിട്ടുണ്ട്? നിങ്ങൾ നോക്കുക, ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ട് നേരത്തെ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ ക്ലോസിംഗ് റേറ്റ് കൂടുകയാണെങ്കിൽ അത് നമുക്കൊരു ലോസ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിനെ നമ്മൾ ഇതിന്റെ എക്സ്ചേഞ്ചിന്റെ ഡിഫറൻസ് എടുക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇപ്പൊ 47.50 നിന്നും 42 രൂപ 50 പൈസ മൈനസ് ചെയ്യുക. 42 രൂപ 50 പൈസ മൈനസ് ചെയ്യുക. അപ്പൊ എത്ര വരും? 5 രൂപ അല്ലെ? ഈ 5 രൂപ ഇതിനെ വെച്ച് മൾട്ടിപ്ലൈ 1,20,000 into 5. ഇത്രയും പൈസ നമ്മൾ എന്ത് ചെയ്തോളണം? നമ്മുടെ ഇതിൽ നിന്നും എലിമിനേറ്റ് ചെയ്ത് കളയാം. നമ്മുടെ പ്രോഫിറ്റിൽ നിന്നും അത്രയും പ്രോഫിറ്റിൽ നിന്നും എലിമിനേറ്റ് ചെയ്ത് കളയാം. കണ്ടാ? 47.50 പൈസ മൈനസ് 42.50 പൈസ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ കിട്ടുന്ന എമൗണ്ട് നമ്മൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യുക? മൈനസ് ചെയ്ത് കളയാം. ഇനി ഡെറ്ററിന്റെ കേസ് ആണെങ്കിൽ നേരെ തിരിച്ചാണ്. ഡെറ്റർ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആഡ് ആണ് ചെയ്യേണ്ടത്. ഡെറ്ററിന്റെ കേസ് എങ്ങനെയാ നോക്കിയേ? ഉണ്ടാ 43 രൂപ 50 പൈസ എന്നുള്ളത് 47 രൂപ 50 പൈസയായി. അപ്പൊ അവിടെ എന്താ ചെയ്യേണ്ടത്? 70,000 ഇൻറ്റു 47.50 മൈനസ് 43.50. ഈ എമൗണ്ട് എന്താ ചെയ്യേണ്ടത്? ആഡ് ആണ് ചെയ്യേണ്ടത്. പ്രോഫിറ്റിനോട് കൂടി ആഡ് ചെയ്യുക. കണ്ട ആഡ് എന്നുള്ള സെക്ഷനിൽ അത്. അപ്പൊ ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ട് എന്താണ്? ക്ലോസിംഗ് കൂടുകയാണെങ്കിൽ അത് ലെസ് ചെയ്യണം. ഡെറ്റേഴ്സിന്റെ ക്ലോസിംഗ് കൂടുകയാണെങ്കിൽ അതെന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അത്രയേ ഉള്ളൂ. പിന്നെ ഗവൺമെന്റിന്റെ ഒരു സബ്സിഡി ഉണ്ടായിരുന്നല്ലോ മക്കളെ, അതിനി ആവർത്തിക്കില്ലല്ലോ. അപ്പൊ അത് എലിമിനേറ്റ് ചെയ്ത് കളയണം. ഇനി മുതൽ അത് നമ്മുടെ ലാഭമല്ല. അപ്പൊ അത് നമ്മൾ ലെസ് ചെയ്ത് കളയണം. പിന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ഇനി മുതൽ അങ്ങനെ ഒരു ചെലവ് വരില്ല. അപ്പൊ അത് ആ ചെലവ് വരുത്താത്തത് കൊണ്ട് നമ്മുടെ പ്രോഫിറ്റിനോട് കൂടി ഇനി അടുത്ത കൊല്ലം ആ ചെലവ് വരാത്തതുകൊണ്ട് അത്രയും പ്രോഫിറ്റ് കൂടും. അപ്പൊ അത് എന്ത് ചെയ്യണം? ഫ്യൂച്ചർ പ്രോഫിറ്റിൽ അത്രയും ആഡ് ചെയ്യണം. പിന്നെ സ്റ്റോക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. 2 സ്റ്റോക്ക് നമ്മൾ ഡിഫറൻസ് വന്നിട്ടുണ്ട്. കണ്ടാ? 670 ക്ലോസിംഗ് സ്റ്റോക്ക് 670 ആണ്. പക്ഷെ ഇവിടെ എത്രയാ? ബാലൻസ് ഷീറ്റിൽ എത്രയാ? കണ്ടാ? 670 550. സ്റ്റോക്കിന് 120 രൂപ കൂടിയിട്ടുണ്ട്. അടുത്തതിലേക്ക് വരുമ്പോഴോ 750. അപ്പോൾ 150 കൂടിയിട്ടുണ്ട്. കണ്ടാ? കഴിഞ്ഞ കൊല്ലം 120 കൂടി, ഈ കൊല്ലം 150 കൂടി. അപ്പൊ മൊത്തത്തിലെ നെറ്റ് എത്ര കൂടിയിട്ടുണ്ട്? 30 രൂപ സ്റ്റോക്കിന്റെ വാല്യൂ എന്ത് ചെയ്തിട്ടുണ്ട്? കൂടിയിട്ടുണ്ട്. അപ്പൊ അതാണ് സ്റ്റോക്കിന്റെ ഡിഫറൻസ്. അപ്പൊ അത് നമ്മൾ അതും എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. പ്രോഫിറ്റ് അല്ലേ, ഭാവിയിൽ അതും ആഡ് ചെയ്യാം. അപ്പൊ ഇപ്പൊ കിട്ടുന്ന പ്രോഫിറ്റ് ആണ് അഡ്ജസ്റ്റഡ് പ്രീ ടാക്സ്. കണ്ടാ? ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടി. അതിൽ നിന്ന് 35% പ്രോഫിറ്റ് മൈനസ് ചെയ്യുമ്പോൾ ഇതാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ഇതാണ് ഇനി നമ്മൾ ഭാവിയിൽ നമ്മൾ ഇനി മുതൽ പ്രതീക്ഷിക്കുന്ന ലാഭം. 423.12 അല്ലേ? അത് നമ്മൾ എന്ത് ചെയ്തേക്കണേ? ക്യാപിറ്റൽ വാല്യൂ കണ്ടുപിടിക്കണ്ടേ? അപ്പൊ പ്രോഫിറ്റിനെ റേറ്റ് വെച്ച് തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനാണ് പഠിപ്പിച്ചേക്കുന്നത് അല്ലേ? അപ്പോ എത്ര വരും? 423.12 into 100/13. 13% എന്നല്ലേ പറഞ്ഞേക്കണ? അപ്പൊ 100/13 ചെയ്ത് നോക്കാം. എത്ര വരും മക്കളെ? ഒന്ന് ചെയ്ത് നോക്കിയത് കറക്റ്റ് ആണെന്ന്. ഒരു മിനിറ്റ്.
423.12 into 100 divided by 30. കറക്റ്റ് ആണ്. ഇനി ക്യാപിറ്റൽ എംപ്ലോയിഡ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. ആവറേജ് ക്യാപിറ്റൽ എംപ്ലോയിഡ് തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചിട്ടുള്ളത് കണ്ടോ? ക്യാപിറ്റൽ എംപ്ലോയിഡ് അതിൽ നിന്ന് മൈനസ് ചെയ്യും. അപ്പൊ കിട്ടുന്നതാണ് ഗുഡ് വിൽ എന്ന് പറയുന്നത്. ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് വെച്ചിട്ടാണെങ്കിലോ നമ്മുടെ പ്രോഫിറ്റ് കണ്ട 423 സംതിങ് അല്ലേ പ്രോഫിറ്റ്. അതിൽ നിന്ന് ക്യാപിറ്റൽ എംപ്ലോയിഡിന്റെ 13% കണ്ടുപിടിക്കുമ്പോൾ എത്ര വരും? അത് 389 അങ്ങനെ കിട്ടും. അപ്പൊ ഡിഫറൻസ് എത്രയാണ്? ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് ഗുഡ് വിൽ എന്ന് പറയുന്നത്. ഇതിനകത്തത് ഫോട്ടോ എടുത്തത് ക്ലിയർ അല്ല, നോക്കട്ടെ കേട്ടാ. ടെക്സ്റ്റിലേക്ക് പോയി നോക്കാം. വളഞ്ഞു പോയതുണ്ടേ കാണാൻ പറ്റുന്നില്ല. 33.47 കിട്ടും. സൂപ്പർ പ്രോഫിറ്റ് വെച്ച് നോക്കുമ്പോൾ 33.47. അതിന് മുമ്പത്തെ മെത്തേഡ് വെച്ച് നോക്കുമ്പോൾ 257.47 ആണ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് രണ്ട് പ്രോബ്ലം. നിങ്ങൾ ചെയ്ത് പഠിക്കുക. കുറച്ച് കൺഫ്യൂഷൻ ആണ്, അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ കൂടുതലാണ്. അപ്പൊ ഇത് ഇപ്പൊ ഈ പറഞ്ഞിട്ടില്ലേ ക്രെഡിറ്ററിന്റെയും ഡെറ്ററിന്റെയും, അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചേക്കട്ടെ. ക്രെഡിറ്റർ ക്ലോസിംഗ് കൂടുതലല്ലേ, അപ്പൊ അതെപ്പോഴും ലെസ് ചെയ്യണം. ഡെറ്ററിന്റെ ക്ലോസിംഗ് കൂടുതലാണെങ്കിൽ അത് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതെപ്പോഴും അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഇനി അത് തിരിച്ചാണെങ്കിൽ തിരിഞ്ഞും വരും കേട്ടോ. ക്ലോസിങ് കുറയാണെങ്കിൽ ക്രെഡിറ്റർ നേരെ താഴെ വരും, ഡെറ്റർ നേരെ മുകളിലേക്ക് വരും. അത്രേ ഉള്ളൂ. അതുപോലെ എന്തെങ്കിലും ഗ്രാൻഡ് സബ്സിഡി ഒക്കെ ഉണ്ട്, അത് ഇനി മുതൽ കിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ അതെന്താ ചെയ്യേണ്ടത്? അത് ഇനി മുതൽ നമ്മുടെ ലാഭമായിട്ട് മാറില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഗവൺമെന്റിന്റെ ഗ്രാൻഡോ അങ്ങനെ എന്തെങ്കിലും കിട്ടില്ല എന്നെങ്കിൽ നമ്മുടെ ഇൻകത്തിൽ നിന്ന് അത് ലെസ് ചെയ്തേക്കണം. നോൺ ട്രേഡിംഗ് എന്തെങ്കിലും ഇൻകം അത് ഇനി മുതൽ ആവർത്തിക്കില്ലല്ലോ, അത് നോൺ ട്രേഡിംഗ് നമ്മൾ ഇൻകമായിട്ട് എടുക്കാറില്ലല്ലോ, അപ്പൊ അത് ലെസ് ചെയ്ത് കളയണം. പിന്നെ റിസർച്ച് അങ്ങനെയുള്ള പൈസ ഇനി അടുത്ത കൊല്ലം വേണ്ടാന്ന് പറയണമെങ്കിൽ അത് ആഡ് ചെയ്യണം. സ്റ്റോക്കിന്റെ വില കൂടിയിട്ടുണ്ടല്ലോ, അപ്പൊ അത് ആഡ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോക്കിന്റെ വില കൂടിയാണെങ്കിലാണ് ആഡ് ചെയ്യുന്നത്, കുറയാണെങ്കിൽ ലെസ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കുക, ഓരോന്നും എന്താ ചെയ്യേണ്ടത്.